Call is now being recorded. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ അപ്പൊ ഇതൊരു സൗജന്യ ഓൺലൈൻ സെമിനാർ ആണ്. ദീക്ഷയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൗജന്യ സെമിനാർ. അപ്പൊ ഇതിനകത്ത് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ 1 മണിക്കൂർ സമയം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് വിദ്യാരംഭത്തിൽ ഞങ്ങൾ ദീക്ഷയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ദീക്ഷയോടൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബാച്ചുകളാണ് പുതുതായി ആരംഭിക്കാനായിട്ടിരിക്കുന്നത്. LGSന്റെ ക്രാഷ് ബാച്ച് ഉണ്ട്, 10th ലെവൽ പ്രിലിംസ് ക്രാഷ് ബാച്ച്, അതുപോലെ തന്നെ LPSC UPSC ലോങ് ബാച്ച്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ്, LDC ലോങ് ബാച്ച്, കേറ്ററ്റ്, സീറ്ററ്റ്, സെറ്റ്, നെറ്റ് ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വിദ്യാരംഭം ദീക്ഷയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചെയർ ഞാൻ എപ്പോഴും എവിടെയും പറയുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു ചെയർ ആഗ്രഹമുള്ളവരെ എത്ര പേര് ഉണ്ടെന്നുള്ളതാണ് അല്ലെ. അതായത് ഗവൺമെന്റ് ജോലി ആവശ്യമുള്ള ആൾക്കാരാണ് ഇവിടെ എന്റെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബ് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പൊ ഗവൺമെന്റ് ജോബ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളവരെ തമ്പൊന്നിട്ടെ നോക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം കേട്ടോ. താഴേക്ക് ഒരുപാട് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം LGS കാരുടെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 2 മുതൽ 3 മണിക്കൂർ, അതായത് നമുക്ക് 3 മണിക്കൂറിൽ അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ, 3 മണിക്കൂറിൽ നമുക്ക് അങ്ങ് സെറ്റ് ചെയ്യാം. അപ്പൊ 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറയുന്നത്. 3 മണിക്കൂർ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണല്ലോ. അതിന്റെ തമ്പൊന്ന് പോന്നോട്ടെ. എത്ര പേര് അതിനനുസരിച്ച് തമ്പിടുന്നുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മനോഹരമായിട്ട്. അപ്പൊ നിങ്ങൾ തയ്യാറാണോ? അപ്പൊ നിങ്ങൾ 2 കൽപ്പിച്ചാണ് ഈ ഒരു സെഷന് വന്നിരിക്കുന്നത് അല്ലെ. 2 മുതൽ 3 മണിക്കൂർ കുറഞ്ഞത് ഞാൻ പഠനത്തിന് മാറ്റി വെക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. ഞാൻ പറഞ്ഞത് 3 മണിക്കൂർ കുറഞ്ഞത് എന്നതാ ഇവിടെ റെഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. 3 മണിക്കൂർ കുറഞ്ഞതാണ്. അപ്പോ എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾക്ക് ഈ 3 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ തീരുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ 3 മണിക്കൂർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലിസ്റ്റിൽ വരാൻ പറ്റും. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഈ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമായത് പലതും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പേരുണ്ട്? അടുത്ത കണ്ടീഷനാ. ഈ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമായത് പലതും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാം കൽപ്പിച്ച് 2 കൽപ്പിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഷ്ടമായ പലതും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ത്യജിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ LGS 10th ലെവലിന്റെ കസേര ഞാൻ ഉറപ്പായി നേടിയെടുക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പായി നേടിയെടുക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഓക്കെ. ഇത് എന്ത് ചോദ്യമായി സാറ് ഈ സെഷനിൽ വന്നിരുന്നിട്ട് ചോദിക്കുന്നത് അല്ലെ. അങ്ങനെ ഉള്ളവരാണല്ലോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ LGS കസേര നേടാൻ, അല്ലെങ്കിൽ 10th ലെവലിന്റെ കസേര, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സാമിന്റെ കസേര നേരിടാൻ അല്ലെങ്കിൽ നേടാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. ഇനി അടുത്തത്, എല്ലാവരുടെയും മുൻപിൽ ഞാൻ തല ഉയർത്തി നിൽക്കും അഭിമാനത്തോടെ എന്ന് പറയാൻ ഇഷ്ടമുള്ളവരെന്ന് തമ്പ് ചെയ്തേ. ഓക്കെ. താങ്ക് യു സോ മച്ച്. നല്ല റെസ്പോൺസ് ഉള്ള ടീമാണല്ലോ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോബ് ഉറപ്പിക്കണം അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം, ഞാൻ എന്റെ പിള്ളേരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല കുഞ്ഞുങ്ങളെ, നടക്കത്തില്ല.
അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നടക്കും, അല്ലെ, ഞാൻ നടത്തി കാണിക്കും എന്നുള്ള മനസ്സ് ഉറപ്പോടുകൂടി ഈ സെഷൻ അങ്ങോട്ട് പങ്കെടുക്കണം കേട്ടോ. ഫ്രണ്ടിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. കാരണം ഇത്രയും വർഷത്തെ ഒരു പരീക്ഷണം, അല്ലെങ്കിൽ 15-16 വർഷത്തോളമായി ഞാൻ ഈ ഒരു സ്ട്രാറ്റജി കൊടുക്കുന്നു. അതിൻ പ്രകാരം പഠിച്ച കുട്ടികളെയൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ, തൊട്ട് മുമ്പ് കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നു, അല്ലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന കുട്ടികളാണ്. കുറെ പേര് അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ദീക്ഷയുടെ ഫോക്കസിലേക്കാണ്, ഫോക്കസ് ബാച്ചിലേക്കാണ്. LGSനും 10th വേണ്ടിയിട്ട് പ്രത്യേകമായി തയ്യാറെടുത്ത് വെച്ചിരിക്കുന്ന ഫോക്കസ് ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോ ആദ്യത്തെ കാര്യത്തിലേക്ക് ഞാൻ പറയാൻ പോവാ. ഓരോ പിൻ പോയിന്റ് ആയിട്ടുള്ള ടിപ്പ് ഞാൻ തരുന്നുണ്ട്. ആ ടിപ്പിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ബുക്ക് എടുത്തു വെച്ചോളൂ, എഴുതാനുള്ളവരൊക്കെ ഒന്ന് എഴുതാൻ തയ്യാറായിക്കോളൂ, ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, ആദ്യം വന്നത് ഒരു എലിയാണ്, അല്ലെ. രണ്ടാമത് വന്നത് ഒരു മെജിഷ്യനാണ്. അപ്പോ ഈ ഒരു കഥയിൽ കൂടെ ആയിക്കോട്ടെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിടത്ത് ഒരു എലി ഉണ്ടായിരുന്നു കേട്ടോ. എലിയുടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ എലിയുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലിക്ക് ഭയങ്കര പേടിയാണ്. ആരെയായിരിക്കും പേടി? പൂച്ചയെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ പൂച്ചയെ കണ്ട് 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 എലിക്ക് ഒരു രക്ഷയില്ല. എവിടെ പോയാലും ഈ പൂച്ചയാണ്. അങ്ങനെ ഈ എലി കേൾക്കുകയാണ്, ഒരു രാജ്യത്ത് ഒരു വലിയൊരു മെജിഷ്യൻ ഉണ്ട്. ആ മെജിഷ്യന് രൂപമാറ്റം കൊടുക്കാൻ, ഏതൊരു ജീവിയെയും രൂപമാറ്റം കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് കേട്ടു. അങ്ങനെ ആ മജിഷ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, ആ മാജിക്കുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ എലി. എലി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു രക്ഷയില്ല, പൂച്ചയെ കൊണ്ട് വലിയ ശല്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് രൂപമാറ്റം വരുത്തി തരണം. എന്ത് രൂപമാറ്റം വരുത്തി തരണമെന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ, എന്ത് രൂപം? പൂച്ചയുടെ രൂപമാക്കി തരണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മജിഷ്യൻ പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് ചിന്തിക്ക്, വേണോ അത്? നിനക്കത് വേണോ? അപ്പം പറഞ്ഞു, വേണം വേണം, ഉറപ്പായിട്ട് എനിക്ക് പൂച്ചയുടെ ഒരു രൂപത്തിലേക്ക് ആയി വരണം. അങ്ങനെയാണെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മജിഷ്യൻ എന്ത് ചെയ്തു? എലിയെ പൂച്ചയാക്കി മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പൂച്ചയാക്കി മാറ്റി. എലി വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാജിക്കുകാരന്റെ അടുത്ത് തന്നെ ഈ എലിയായിരുന്ന ആള് പൂച്ചയായി, അല്ലെ, എലിപ്പൂച്ച എന്ത് ചെയ്തു? വന്നു നിൽക്കുകയാണ്. പൂച്ചയുടെ രൂപത്തിലാണ് വന്നു നിൽക്കുന്നത്. മജിഷ്യൻ ചോദിച്ചു, എന്ത് പറ്റി, ഇപ്പം സമാധാനമായില്ലേ? അപ്പൊ പൂച്ച പറഞ്ഞു, ഒരു രക്ഷയില്ല. എന്താണ് പ്രശ്നം? നായ്ക്കളെ കൊണ്ട്, അല്ലെങ്കിൽ പട്ടികളെ കൊണ്ട് ഒരു രക്ഷയില്ല, അവന്മാർ ഭയങ്കര ശല്യമാണ്, എന്നെ ഒരു സഹായം ചെയ്ത് തന്നേ പറ്റുള്ളൂ, എന്റെ സമാധാനം പോയി, നീ എന്നെ എന്താക്കിക്കോ, നായയാക്കി മാറ്റിക്കോ എന്ന് പറഞ്ഞു. മജിഷ്യൻ ചോദിച്ചു, ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചേ, വേണോ അത്? നായയാക്കി മാറ്റണോ? തീർച്ചയായിട്ടും നായയാക്കി മാറ്റണം, എനിക്ക് സമാധാനം വേണം. ശരി, അങ്ങനെയാണെങ്കിൽ നീ നായയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ ഈ എലിയെ പൂച്ചയാക്കി, പൂച്ചയെ എന്താക്കി മാറ്റി? നായയാക്കി മാറ്റി. അങ്ങനെ അവൻ സമാധാനത്തോട് പോവുകയാണ്. ആ എലി സമാധാനത്തോട് പോവുകയാണ്. എന്തായിട്ടാണ് മാറിയത്? നായയായിട്ടാണ് മാറിയത്. വളരെ സമാധാനത്തോട് പോയി. അങ്ങനെ വീട്ടുകാരുടെ ഒക്കെ ഇഷ്ടം പിടിച്ചു പറ്റി അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് അവിടെ നാട്ടില് പുലി ഇറങ്ങി. ഓക്കെ, അപ്പൊ പുലി ഇറങ്ങിയ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായ്ക്കളെയാണ് ഈ പുലികൾ ഏറ്റവും കൂടുതൽ എയിം ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ നായ്ക്കൾക്ക് എറിയും കിട്ടുന്നുണ്ട്. ആരിൽ നിന്ന്? മനുഷ്യരിൽ നിന്ന്. അപ്പൊ നായ്ക്കൾ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യർ പേടിക്കുന്നത് പുലികളെയാണ്. ഓക്കെ, പുലികളെ പേടിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം, പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയൊക്കെ വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പൊ ആ എലി എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നെ എന്താക്കി മാറ്റ്? പുലിയാക്കി മാറ്റി തരാനായിട്ട് പറഞ്ഞു. അപ്പോ നമ്മുടെ മജിഷ്യൻ ചോദിച്ചു, വേണോ? ആ കാര്യം വേണോ? നീ ഒന്നും കൂടെ അന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വേണ്ട വേണ്ട, എനിക്ക് പുലിയാകണം എന്ന് പറഞ്ഞു. അങ്ങനെ പുലിയായിട്ട് ഇറങ്ങി, പുലിയാക്കി മാറ്റി. പുലി എന്ത് ചെയ്തു? എലിയായിട്ടുള്ളവൻ പുലിയായിട്ട് നാട്ടിലിറങ്ങി, അല്ലെ. നാട്ടിലിറങ്ങിയപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? വീണ്ടും സമാധാനം പോയി. എന്താ സംഭവിച്ചത്? വേട്ടക്കാരെത്തി തുടങ്ങി ഈ നാട്ടിലിറങ്ങിയ പുലിയെ പിടിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ആ പുലിയുടെ ഉള്ളിൽ ആര് തന്നെയാണ്? എലി തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ രൂപമാറ്റം സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ, നിങ്ങൾ എന്ത് തന്നെയായി മാറിയാലും ശരി തന്നെയാണ്, നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ തന്നെ മുന്നിലേക്ക് പോവാം. അവിടെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്
നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങളുടെ ഈ പറയുന്ന കാര്യം മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. അവിടെ നിങ്ങൾ പുലി ആയതുകൊണ്ടോ മറ്റുള്ളവരെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ പൂച്ചയോ നായയോ പുലിയോ ഒക്കെ ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങളായിരിക്കുക. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ആ കുറവുകളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് മാറിയിട്ടും ഒരു കാര്യമില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നിങ്ങൾ എന്തായിരിക്കുന്നുവോ ആ മനോഭാവത്തിൽ നിന്ന് മാറാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? കാരണം ഈ മനോഭാവത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് പോലും നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തോ ആ ഒരു സ്ട്രാറ്റജിക്ക് തെറ്റില്ലേ? ആ സ്ട്രാറ്റജി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനോഭാവമാണ് അവിടെ തടയായിട്ട് നിൽക്കുന്നത്. അതിനെ എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കുക. നല്ല ട്രാക്കിലേക്ക് നിങ്ങളെ തെളിയിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വഴി തെളിയിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. കുറച്ച് സമയമാണെങ്കിലും ശരി തന്നെയാണ്. ആ ഒരു സഞ്ചാരവേളയിൽ കൂടെ പോവാ. ഞാൻ പറഞ്ഞല്ലോ, ദീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മജിഷ്യന്റെ റോളാണ്. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ മാറ്റിത്തരും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങളെ വലിയൊരു ഫസ്റ്റ് റാങ്കുകാരനാക്കി മാറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യ റാങ്കുകളിലേക്ക് ഞാൻ എത്തിക്കും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ദീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചരിത്രം ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ മനോഭാവം മാറ്റാൻ നിങ്ങൾ തയ്യാറായിക്കോ. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മനോഭാവമാണ് നമുക്ക് പലതിനും തടസ്സമായി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ മനോഭാവം മാറ്റി അടുത്ത കേസ് എന്താ? നമ്മുടെ തടസ്സങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മുടെ തടസ്സങ്ങൾ? നമ്മൾ പഠിക്കാൻ ഇറങ്ങിയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സംഭവം ഇത് തന്നെയല്ലേ? മൊബൈൽ ഫോൺ അല്ലെ? മൊബൈൽ ഫോൺ. എവറി ടൈം ഐ എം ട്രൈങ് ടു സ്റ്റഡി നോട്ടിഫിക്കേഷൻ വരും. ദയവായി കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളോട് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയില്ല, ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയില്ല. കാരണം അത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. PSC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് അത് ആവശ്യം വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നേ. നോട്ടിഫിക്കേഷൻ വരുമ്പോ, വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോ, ടെലിഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോ, ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോ, ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോ മാറ്റിവെക്കണം. നിങ്ങളത് മാറ്റിവെക്കണം. കാരണം നിങ്ങളുടെ ജീവിതം ഇവരാരും തരില്ല. ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ആ സൈറ്റുകാർക്കാണ് ആ കാശ് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് അയച്ച ആൾക്കാണ് അത് കാശ് കിട്ടുന്നത്, നിങ്ങൾക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സുറപ്പിച്ച് അതങ്ങോട്ട് മാറ്റിവെക്കണം. ഇത് എനിക്കുള്ള നോട്ടിഫിക്കേഷൻ അല്ല. ഇനി എനിക്കുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അത് അപ്പോഴും നോക്കിയാൽ പോരെ? തീർച്ചയായിട്ടും നോക്കിയാൽ മതി. നമ്മളെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ. കഴിയുന്നതും എന്ത് ചെയ്യുക? പഠിക്കുന്ന സമയത്ത് മാറ്റിവെക്കുക. ഇനി എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് നോക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിന്റെ ഇടയ്ക്ക് നോക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് സംശയം വരുന്ന ടോപ്പിക്സ് നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് അതിനകത്തേക്ക് എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഏകദേശം കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്തോളൂ. ഇനി സെർച്ച് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ PSCക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിനകത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ടീച്ചേഴ്സിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ച് ആരായണം. ഇത് ശരിയാണോ, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാം. അതർവൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്, ഗവൺമെന്റ് വെബ്സൈറ്റ്, ഇപ്പൊ മന്ത്രിമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ കാര്യം മാത്രമല്ല വർഷങ്ങളെ കുറിച്ചുള്ളത് അല്ലെ, ഇത് ഈ ഒരു സ്ഥാപനം എന്നാണ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതാത് വെബ്സൈറ്റുകൾ, ഗവൺമെന്റ് വെബ്സൈറ്റുകൾ കയറിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തുണ്ട്? ആ വർഷമൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അത് സെർച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പല വെബ്സൈറ്റുകാര്, പല യൂട്യൂബേഴ്സ് ഇടുന്ന ആൻസേഴ്സിന്റെ പിറകെ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഫാക്കൽറ്റീസിനെ വിളിച്ചു ചോദിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ.
ഇനി വിവിധ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇമോഷണൽ ഇംബാലൻസ്, ശരിയല്ലേ? എപ്പോഴും നമ്മൾ പഠിക്കാനിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ 3 മണിക്കൂർ പഠിക്കണേ, അല്ലെങ്കിൽ 4 മണിക്കൂർ പഠിക്കണേ, നാളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് വരണേ എന്ന് പറയുമ്പോൾ നടക്കില്ല സർ, നടക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നടക്കൂല എന്നുള്ള കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മനസ്സിലായോ? നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിച്ചാലും തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ ലോകം മുഴുവനും കൂടെ നിൽക്കും എന്നാ പറഞ്ഞേ. അതാ പറഞ്ഞത്. അതായത് ലോകം മുഴുവനും കൂടി നിൽക്കും എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കും എന്ന് പറയുന്നത് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ലോകമാണ്. ഓക്കെ, നിങ്ങളുടെ ലോകം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ലോകം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകം നിങ്ങളുടെ കൂടെ നിൽക്കും. വേറെ ഏത് തടസ്സം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തടസ്സം ഒക്കെ ഭേദിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇമോഷണൽ ഇംബാലൻസ് എല്ലാവർക്കും വരാം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? നടക്കൂല 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 എന്ന് നിങ്ങൾ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ? നിങ്ങൾക്ക് കഴിവില്ല 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 എന്ന് നിങ്ങൾ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ? ഈ ബ്രെയിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് നടക്കുവോ എന്ന് ചോദിക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ മനസ്സിനോടാണ് ചോദിക്കുന്നത് നടക്കുവോ. ഈ മനസ്സ് കണക്റ്റഡ് ടു ബ്രെയിൻ ആണ്. അപ്പൊ ബ്രെയിൻ പറയും നടക്കൂല. കാരണം എന്താണ്? നേരത്തെ നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കാണ് എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളത്. അതല്ലേ ബ്രെയിൻ തരത്തുള്ളൂ. ബ്രെയിനിന് പുതിയതായിട്ട് വല്ലതും അറിയാമോ? ഇല്ല. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ദയവായി അത് മാറ്റുക. അപ്പോ ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പലതരത്തിലുള്ള ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക? നിങ്ങൾക്കും അവർക്കൊക്കെ ഉള്ളത് ഒരേപോലെ തന്നെ സമയവും ഒരേപോലെയുള്ള അവസ്ഥയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അതിജീവിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഇനി ഫാമിലി പ്രോബ്ലംസ്. ഇനിയുള്ള 3 മാസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങളിലൊക്കെ എന്ത് ചെയ്യരുത്? വഴക്കുണ്ടാക്കരുത്. ദയവായി നിങ്ങൾ വഴക്കുണ്ടാക്കാൻ തീരുമാനിക്കരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ വേദനിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഒരാളോട് നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ വന്നിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുക? ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, കഴിയുന്നതും പഠനവേളകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വഴക്ക് ഉണ്ടാക്കരുത്. അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല വഴക്ക് എന്ന് എനിക്കറിയാം. എന്നാലും എന്ത് ചെയ്യരുത്? വഴക്കുണ്ടാക്കാൻ ശ്രമിക്കരുത്. ദെൻ അടുത്തത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മളെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഉയർന്നു വരാനായിട്ടുള്ള കഴിവില്ല എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങും എത്തത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഴിവില്ല കഴിവില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല പറ്റില്ല, നിങ്ങളെ കൊണ്ട് നടക്കില്ല നടക്കില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ. നമ്മൾ 100 പ്രാവശ്യം നമ്മുടെ നാട്ടുകാരെ നമ്മൾ കുറ്റം പറയില്ലേ? അല്ലെ? നമ്മൾ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നാളായി നീ ഈ ഒരു PSCക്ക് വേണ്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന നാട്ടുകാരെ നമ്മൾ കുറ്റം പറയുന്നില്ലേ? അപ്പോ നമ്മൾ എന്തിനാണ് അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത് കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക. അതുപോലെ തന്നെ അസുഖങ്ങൾ ഉണ്ടാവാം അല്ലെ? കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അസുഖങ്ങൾ വരുത്തി വെക്കരുത്. വരുന്നത് വന്നോട്ടെ, പക്ഷെ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന രീതിയിലേക്കൊന്നും പോവരുത് എന്നുള്ളതാണ്. അതിന്റെ 2 കാര്യങ്ങളാണ് താഴെയുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഡ്രിങ്കിങ് വാട്ടർ ആണ്, ശുദ്ധമായ വെള്ളം. നിങ്ങൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ എത്ര കുപ്പി വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ? എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രായമായ ആൾക്കാരൊക്കെ, ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും 3 മുതൽ 3.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണമെന്നാണ്. ഒരു 5 ലിറ്റർ വരെയൊക്കെ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. 1 ലിറ്റർ വെള്ളം പോലും കറക്റ്റ് ആയിട്ട് കുടിക്കാത്തവർ ഈ ഗ്രൂപ്പിലില്ലേ? പെട്ടെന്ന് ഒന്ന് തമ്പ് ചെയ്തേ, ഉറങ്ങാതെ. എത്ര പേര് കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്? ഒന്ന് തമ്പ് ചെയ്തേ. കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നത്, അതിനങ്ങോട്ട് ആ ഒരു തമ്പിന് അങ്ങോട്ട് ഒരു ഫോഴ്സ് പോരല്ലോ. ഓക്കെ, വളരെ കുറച്ച് പേരുടെ തമ്പ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞപ്പോ വരുന്നു കുറെ പേര്. ശരി, അപ്പൊ എന്തായാലും നമുക്കറിയാം ഡ്രിങ്കിങ് വാട്ടർ വളരെ അത്യാവശ്യമാണ്. കുഞ്ഞു കുട്ടികൾ മിനിമം 1.5 ലിറ്റർ
വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം കേട്ടോ. 1.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങളല്ല കുഞ്ഞുങ്ങളെ കുടിപ്പിക്കണമെന്നാണ് പറയുന്നത് മിനിമം. ഓക്കെ, മാക്സിമം അവർക്ക് ഈ പറയുന്ന പോലെ 2.5 ലിറ്റർ 3 ലിറ്റർ വരെയൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ 3 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 3.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഓവറായിട്ട് വെള്ളം കുടിക്കാൻ ഞാൻ പറയില്ല. ഓവറായിട്ട് വെള്ളം കുടിക്കാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ പറയല് ഷാഫി സാർ പറഞ്ഞു ഓവറായിട്ട് വെള്ളം കുടിക്കരുതെന്ന്, അതുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് പല ഡോക്ടേഴ്സും ആ കാര്യം പറയാത്തത്. ഓവറായിട്ട് വെള്ളം കുടിച്ചാലുള്ള ഒരു പ്രശ്നം, നിങ്ങൾ ചിലവർ പറഞ്ഞ 10 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 8 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്. അത് വലിയ ചൂടുള്ള സമയത്ത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, വെള്ളം കുടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആവശ്യമില്ലാതെ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ മിനറൽസ് ഒക്കെ വാഷ് ഓഫ് ചെയ്ത് പോകും. ഓക്കെ, അത് നമുക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് അധികമായാൽ അമൃതും വിഷമാണ്. ഓക്കെ, അത് വെള്ളമാണെങ്കിലും വിഷം തന്നെയാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ തേഴ്സ്റ്റ് അനുഭവപ്പെടുന്ന സമയത്ത്, ദാഹം വരുന്ന സമയത്ത് മാറ്റി വെക്കരുത്. നിങ്ങളുടെ ബോഡി നിങ്ങളോട് ചോദിക്കും വെള്ളം വേണം എന്ന് പറയുമ്പോൾ അത് പിടിച്ചു വെക്കരുത്, ആ സമയത്ത് കഴിക്കുക, മീൻസ് കുടിക്കാം. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തത് ഒരു കാര്യമാണ് ഡയറ്റ്. ഇനിയുള്ള 3 മാസങ്ങൾ ഞാൻ LGSകാരെ ഫോക്കസ് ചെയ്ത് പറയാണ്, 10th ലെവൽ പ്രിലിംസുകാരെ അല്ല, ബാക്കിയുള്ള എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കാം. ഡയറ്റ് നിങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം കുറയ്ക്കണം കേട്ടോ. ഒരുപാട് കുറയ്ക്കേണ്ട ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഫാറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഭവം കൂടിക്കഴിഞ്ഞാൽ വളരെ ഫറ്റീഗായി മാറും. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഉറക്കം വരും, നിങ്ങൾക്ക് എപ്പോഴും തളർച്ച വരും, നിങ്ങളുടെ ബോഡിയെ ഒരുപാട് ബാധിക്കും. അതുപോലെ കട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഷുഗർ, പഞ്ചസാര. ഓക്കെ, നടക്കുവോ? നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? നടക്കൂടാ? നടക്കുന്ന കാര്യങ്ങളാണോ? ഞാൻ പറഞ്ഞു പലതും ത്യജിക്കാൻ തയ്യാറാവണോന്ന് ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇപ്പം പറയുന്നുണ്ടായിരിക്കും, ദൈവമേ ഇതൊക്കെയാണോ സാറ് ത്യജിക്കാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഷുഗർ എന്ന് പറയുന്ന സംഭവം, പഞ്ചസാര നമ്മുടെ ഡയറ്റിൽ നിന്ന് മാക്സിമം കുറയ്ക്കുക. ഞാൻ മൊത്തത്തിൽ കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കറിയാം, അതിൽ നിന്ന് കുറെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറയ്ക്കുക തന്നെ വേണം കേട്ടോ. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന 2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. തേന്, പാല്. ഓക്കെ, തേനും പാലും ഉൾപ്പെടുത്തുമ്പോൾ പാലൊക്കെ നല്ല പാല് മേടിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തേന്, നല്ല തേന് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിച്ചോളൂ. അത് ഒരുപാട് കുടിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ പറയുന്ന പോലെ രാവിലെ ഒരു ടീസ്പൂണിലോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ തേന് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക വളരെ നല്ലൊരു സംഭവമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്, അല്ലെ? വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അസുഖം കുറച്ചു നിർത്താൻ ഇതൊക്കെ സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള നെല്ലിക്ക അല്ലെങ്കിൽ പുളിയുള്ള പഴങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നെല്ലിക്ക കഴിയുമെങ്കിൽ തേനിലിട്ട് കഴിച്ചോളൂ. തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തേൻ നെല്ലിക്ക അല്ല എന്ന് ഓർത്തു വെക്കണേ. ഹണി നെല്ലിക്ക, കീർത്തി, അത് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു വന്നേ. ഓക്കെ, അപ്പൊ അതെല്ലാം തേൻ നെല്ലിക്ക ആയിരിക്കണമെന്നില്ല. അത് ശർക്കര പാനിയിൽ ഇട്ട നെല്ലിക്ക ആവാം. അത് കഴിയുന്നതും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ തേൻ മേടിക്കുക, അതുപോലെ തന്നെ നെല്ലിക്ക മേടിക്കുക. അത് നിങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ തേന് പ്രത്യേകം, നെല്ലിക്ക പ്രത്യേകമായിട്ട് കഴിക്കുക. ഉപ്പിലിട്ട് കഴിക്കരുത്. നെല്ലിക്ക ഒരു കാരണവശാലും ഉപ്പിലിട്ട് കഴിക്കരുത്. ഓ, പെട്ടു അല്ലെ? ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളത് ഉപ്പിലിട്ട് കഴിക്കാനാണ്. ഈ പുളിയുള്ള ഒരു പഴങ്ങളും ഉപ്പുമായിട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ അത് ഓർക്കണം, ഉപ്പിലിട്ട് കഴിക്കരുത്, വൈറ്റമിൻ സി നഷ്ടപ്പെടും. ഓക്കെ, ദെൻ എക്സസൈസ്. നടക്കൂടാ ഇതൊക്കെ? ത്യജിക്കാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അവന്തിക, കുഴപ്പമില്ലടാ, നമുക്ക് നോക്കാം. എക്സസൈസ് ചെയ്യണം. എത്ര സമയം എക്സസൈസ് ചെയ്യും നിങ്ങൾ? ഒരു 20 മിനിറ്റ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. 20 മുതൽ 30 മിനിറ്റ് ആണ് ഞാൻ പറയുന്നത്. ദൈവമേ, 5 മിനിറ്റ് പോലും വെറുതെ കിട്ടുന്നില്ല സാർ എന്ന് പറയുന്നവരാണ് ഇതിനകത്ത്. ഓക്കെ, അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഈ 20 മിനിറ്റ് മാറ്റി വെക്കാനൊക്കെ പറ്റും. 100% ഷുവറായിട്ട് മാറ്റി വെക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചാൽ മതി. ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലുള്ള പാർട്ട്നേഴ്സിനോടൊന്ന് പറയണോന്നേ, അല്ലെങ്കിൽ പേരൻസിനോട് പറയണം, ഞാൻ ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ കൂടെ നിൽക്കണമെന്ന് അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച് റെഡി ആയിട്ട് അങ്ങോട്ട് പൊക്കോളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിവിധ തടസ്സങ്ങളാണ്. ഇത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റില്ല. കാരണം നമുക്ക് നേരിട്ട് കണ്ടാൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഉപദേശം തരാം. ഞാൻ എന്റെ സെന്ററിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവരൊക്കെ ഏകദേശം ആയി എന്നാണ് എന്റെ വിശ്വാസം. ഇനി നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മനസ്സിൽ ആലോചിച്ചാൽ പോരാ, ഒരു വെള്ള പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ എഴുതണം എന്തൊക്കെയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ. ചിലപ്പോൾ ഉറക്കമായിരിക്കും, ചിലപ്പോൾ ക്ഷീണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പറിൽ എഴുതി നോക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പരിഹരിക്കാനുള്ള മാർഗം ഞാനല്ല നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, നിങ്ങളാണ്.
നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുത്ത് എഴുതണം. മിക്കവാറും 200 പേജിന്റെ ബുക്ക് മിക്കവാറും തീരാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് അത്രമാത്രം പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതെന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുത്ത്, കാരണം നമ്മൾ മനസ്സിൽ തിങ്ക് ചെയ്യുന്ന കാര്യമല്ല, പേപ്പർ എടുത്ത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സെൻസ് ഓർഗൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് തന്നെ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇന്ന് രാത്രി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏതൊക്കെ തടസ്സങ്ങളാണ് നിങ്ങളെ ഏറ്റവും വലുതായിട്ട് അലട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് എന്തൊക്കെയാണ് നിങ്ങളെ എഴുതേണ്ടതെന്നുള്ളതാണ്. നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്ത് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ അതാണ് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് എഴുതേണ്ടത്. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിന് മുൻപ് ഓക്കെ, അങ്ങനെ മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യം ഉറക്കമാണ്, അല്ലെ? എപ്പോഴും പഠിക്കാൻ ബുക്ക് എടുത്ത് വെച്ചാലും ഉറക്കം വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതെന്തിനാ പരിശോധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. ആ പ്രശ്നം എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സത്യമല്ലേ ഞാൻ പറയുന്നത്? അല്ലെ? ആ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുണ്ടോ എന്ന് തമ്പ് ചെയ്തേ. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരും തമ്പ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ഉറക്കം നിയന്ത്രിക്കാൻ പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അല്ലെ? ഉറക്കമൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. മടി, അലസത, ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് റീസൺസ് ശക്തമായിട്ട് വരണം. ഓക്കെ, റീസൺസ്. കാരണമില്ലാതെ നമ്മൾ പഠിക്കില്ലടാ, കാരണമില്ലാതെ പഠിക്കില്ല. ഏറ്റവും കൂടുതൽ എന്റെ കുട്ടികള് ലിസ്റ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു കാരണത്താൽ അവർ പഠിച്ചു കയറിയവരാണ്. ഒരു കാരണത്താൽ പഠിച്ചു കയറിയവരാണ്. നിങ്ങൾക്ക് വീട്ടിൽ എല്ലാ സാധ്യതകളും ഉണ്ട്, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കും, ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ള് എന്ന് പറഞ്ഞാണ് നിങ്ങൾ PSCയെ സമീപിക്കുന്നതെങ്കിൽ, എക്സാമിനെ സമീപിക്കുന്നതെങ്കിൽ അത് ഫെയിലിയർ ആയിരിക്കും. എന്നാൽ ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ്, ഈ ജോലി എന്നെ നല്ല നിലയിൽ എത്തിക്കും, എന്റെ കുടുംബത്തെ പരിപാലിക്കാനായിട്ട് ഈ ജോലി അത്യാവശ്യമാണ് എന്നൊരു കാരണം മുൻനിർത്തി നിങ്ങൾ പോയി നോക്കുക, നിങ്ങൾക്ക് അത് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ ഇതര മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അതിജീവിക്കാനുള്ള മാർഗം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് ഒരു മെന്റർ തന്നാലും ശരിയാവില്ല. കാരണം നിങ്ങൾ അറിയുന്നത് പോലെ ആർക്കും അറിയാൻ പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആർക്കും അറിയാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഈ ശക്തമായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. പക്ഷെ അത് ശക്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം എന്ന് മാത്രം, കേട്ടോ. നമ്മുടെ ജീവിതം എന്നതേ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണെന്നേ. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂടാ, ഒരു സംശയമില്ല. മനസ്സ് വെച്ചാലേ അത് നിങ്ങളുടെ കയ്യിലേക്ക് വരത്തുള്ളൂ. ശ്രീ ബുദ്ധൻ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നോ അത് മനസ്സ് വെച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടുകാർ ചില കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയും, അല്ലെ, ഒന്ന് ചെയ്തു തരോടാ, എനിക്ക് മനസ്സില്ല എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ച് പറയാണ്. ആ കൂട്ടുകാരനോട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഉറപ്പിച്ച് പറയാണ് നിങ്ങൾ അത് ചെയ്യില്ല എന്നുള്ളത്. അപ്പോ നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ LGS ആവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രിലിംസ് എഴുതിയെടുത്ത് നല്ല നല്ല പോസ്റ്റുകളിലേക്ക് കയറുന്നോ, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആവോ ഒക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം തന്നെ ആയിരിക്കണം, കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്നതൊക്കെ ഒന്ന് എഴുതി വെച്ചോണം, കേട്ടോ. ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. ഇന്ന് ഞാൻ വണ്ടി വിളിച്ച് ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ വീടുകളിൽ ഒരു മിന്നലായിട്ട് വന്ന് ഒന്ന് പരിശോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സ്റ്റഡി സ്പേസ് എങ്ങനെയായിരിക്കും? നിങ്ങൾ പഠിക്കാനായിട്ട് ബുക്കുകൾ വെച്ചിരിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ടാവും?
അടിപൊളിയായിരിക്കും അല്ലെ? സൂപ്പർ ആയിരിക്കും. അതെ, വന്ന് കാണേണ്ട ആവശ്യമേ ഉള്ളൂ. ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റഡി സ്പേസ്, ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇത്രയും പേരുണ്ട് അല്ലെ, ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നാളെ ഒരു ദിവസം ഞാൻ തരും. ഈ ഗ്രൂപ്പിൽ നിന്ന് ആരും ലെഫ്റ്റ് ആവരുത്. നിങ്ങളെ ഒരു കാരണവശാലും ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കില്ല. ഒരു സംഭവങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ളവരെ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. എന്താണെന്നറിയോ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നാളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ പഠിക്കുന്ന ഇടം വൃത്തിയായിട്ട് ആക്കി, അല്ലെങ്കിൽ വൃത്തിയാക്കി നന്നായിട്ട് അടുക്കി ഒതുക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ ഈ ഗ്രൂപ്പിനകത്ത് ഇടണം. പറ്റുമോ? ചലഞ്ചാണ്. പറ്റുമോ ഇല്ലയോ? അടിപൊളി. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ത്യജിക്കാൻ തയ്യാറാണ്. പല കാര്യങ്ങളും നിങ്ങൾ ത്യജിച്ചു വരണം. നമ്മള് പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മൾ മഹാലക്ഷ്മി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ദേവി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടുക്കും ചിട്ടയായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വാരി വലിച്ചു കിടക്കുന്ന ആ റൂം അടുക്കും ചിട്ടയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് അല്ലെ കാണാൻ, ആ ഒരു ഭംഗി കാണാനായിട്ട്. അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വേണം പഠിക്കാനായിട്ട്. നമ്മൾ പഠിക്കാനുള്ള ബുക്കുകളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ട് വേണം ആദ്യം തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ ആ ഫോട്ടോസ് പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രൂപ്പില് എത്ര പേരുണ്ടോ, ഏകദേശം 100-ന് മുകളിൽ പുറത്ത് ഈ ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അത്രയും ഫോട്ടോസ് നാളെ എന്റെ ആ ഗ്രൂപ്പിൽ നിറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. വാക്ക് മാറരുത് കേട്ടോ, വാക്ക് മാറിയാ പോയി കേട്ടോ. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടന്ന ഒരവസ്ഥയിലുള്ള കുട്ടികൾ പഠിച്ച സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോ ഇട്ട് തന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ആക്കി തന്നേക്കണം. ഇത്രയൊക്കെ ഉള്ള അവസ്ഥയൊന്നും പലരുടെയും വീട്ടിലൊന്നും ഇല്ല. ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു നാണക്കേടും വിചാരിക്കണം. നിങ്ങൾ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്യുന്നേ, നന്നായിട്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇത്രയും നേരം കാര്യത്തിലല്ല എന്നല്ല, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരികയാണ്. സിലബസ് അനാലിസിസ്. എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, എത്ര പേരടാ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്? നിങ്ങൾ പഠിക്കാൻ പോകുന്ന, നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, അതിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? അടുത്ത ചോദ്യം അതാണ്. പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ അത് പ്രിന്റ് എടുക്കുക. നാളെ ഞായറാഴ്ചയാണ്, പറ്റുവാണെങ്കിൽ മറ്റന്നാളത്തേക്ക് അത് പ്രിന്റ് എടുത്ത് വെക്കുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നാളെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ സൗമ്യ, അപ്പൊ ഡൗൺലോഡ് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഒരിക്കലും മൊബൈലിൽ നോക്കി സിലബസ് അനലൈസ് ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. ഒരു ഹൈലൈറ്റർ വാങ്ങിക്കുക. 15 രൂപ അല്ലെങ്കിൽ 20 രൂപ 30 രൂപ മാക്സിമം അത്ര എമൗണ്ടേ ആകുന്നുള്ളൂ. ആ ഒരു ഹൈലൈറ്റർ നിങ്ങൾ ആ 30 രൂപ കളഞ്ഞ് മേടിക്കണേ പ്ലീസ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് സിലബസ് അനാലിസിസ് നടത്തണം. ഓക്കെ, അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ്. അതായത് ആ സിലബസിനകത്ത് SCERT ഭാഗങ്ങൾ എന്തുമാത്രം വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴുള്ള സിലബസ് എല്ലാം SCERT ബേസ്ഡ് ആണ് അല്ലെ. SCERT നിന്ന് തന്നെയാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ LGS കാരാണെങ്കിലും 10th ലെവൽ പ്രിലിംസ് ആണെങ്കിലും തീർച്ചയായിട്ടും SCERT തന്നെയാണ് ഫോക്കസ്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം +2 ലെവൽ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനകത്ത് സിലബസ് വായിച്ചു നോക്കുമ്പോൾ, മനസ്സിരുത്തി വായിച്ചു നോക്കുമ്പോൾ, നിങ്ങൾ ഇത്രയും നാളായിട്ട് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഫുള്ളായിട്ട് കിട്ടത്തില്ല, എന്നാലും SCERT നിന്ന് എന്തുമാത്രം വെയിറ്റേജ് ആ ഒരു സിലബസിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. രണ്ടാമത്തത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കണം. ഏതൊരു സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടും PSC തരുന്ന ഒരു കാര്യമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ ടോപ്പിക്കിനും ഓരോ യൂണിറ്റിനും കൃത്യമായിട്ട് മാർക്ക് അവർ കൃത്യമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത്, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും നമുക്ക് സിലബസിൽ നിന്ന് മനസ്സിലാക്കണമെന്നില്ല. അനാലിസിസ് ഓഫ് സിലബസിൽ നിന്ന് ആദ്യത്തെ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, SCERTയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുമ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് PYQ എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾ ഈ ഒരു സിലബസ് അനാലിസിസ് നടത്തുമ്പോൾ ചെയ്യേണ്ടത്. പലർക്കും തെറ്റുപറ്റുന്നത് അതുകൊണ്ടാണ്. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും, കാട് കയറി മുകളിലേക്ക് പോകും. അങ്ങനെയല്ല, തൊട്ട് മുമ്പിൽ നടന്ന LGSന്റെ അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസിന്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ എന്ത് ചെയ്യണം,
കൃത്യമായിട്ടും അതിന്റെ പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഓവറോൾ അടിപൊളി ഒരു ഐഡിയ കിട്ടും, നല്ല ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ ആരും ചെയ്യാറില്ല. സിലബസ് എടുത്ത് നമ്മൾ തലേണയായിട്ട് വെക്കാമെന്നല്ലാതെ ഒരു കാര്യങ്ങളും പലരും ചെയ്യാറില്ല. ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തിടുമായിരിക്കും, പിന്നെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, കൃത്യമായിട്ടും ഈ സിലബസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം. ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പോകണം. ഇനി ഈ ഹൈലൈറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലതൊക്കെ നിങ്ങൾക്ക് റിസോഴ്സ് കിട്ടില്ല, അല്ലെങ്കിൽ നോട്ട്സ് കിട്ടില്ല, അതിനെ നിങ്ങൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ വേറെ ഒരു കളറും കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ഇതാണ് അനാലിസിസ് ഓഫ് സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ മാർക്ക് വിവരം, മുഖ്യ പരീക്ഷാ മാർക്ക് വിവരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. പൊതുവിജ്ഞാനത്തിന് എത്ര മാർക്ക് കൊടുത്തിട്ടുണ്ട്? 40 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിനകത്ത് 40 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ GK പോർഷനകത്ത് കൊടുത്തിരിക്കുന്നത് 40 ആണ്. 40 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ ഇത്രയും ഹയർ ആയിട്ടുള്ള ഒരു മാർക്ക് വന്നിരിക്കുന്നത് GKക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബാക്കി 60 മാർക്ക് എവിടെയാണ് പോയിരിക്കുന്നത് അല്ലെ. അപ്പോ 40 മാർക്ക് പോയി. 40 മാർക്കിൽ എങ്ങനെ നിങ്ങൾ ശ്രമിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 25 മുതൽ 30 മാർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ 25 മാർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നിങ്ങൾ പഠിച്ചു കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഇനിയുള്ള 60 മാർക്ക് എവിടെയാണ്? ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിന് എത്ര മാർക്കാ? 20 മാർക്കാണ് കറണ്ട് അഫേഴ്സിന് അല്ലെ. 20 മാർക്കാണ് കറണ്ട് അഫേഴ്സിന്. ഇതിന് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പറും വാർത്തയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ അല്ലാത്തവർക്ക് എങ്ങനെയായാലും ഒരു 10 മാർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അടുത്ത എന്താണ്? സയൻസ് വിഷയങ്ങളെ കുറിച്ചാണ് അല്ലെ. 10 മാർക്കാണ് സയൻസ് വിഷയത്തിന് കൊടുത്തിരിക്കുന്നത്. 10 മാർക്കാണ് സയൻസ് വിഷയത്തിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു 6 മാർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഈ പൊതുജനാരോഗ്യത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ കാട് കയറി ചോദിക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഏരിയ ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 10 മാർക്കില് നിങ്ങൾക്ക് 8 മാർക്കും സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ, ഇനിയുള്ളത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. അത് എത്ര മാർക്കാണ്? മാത്സ് 20 മാർക്കാണ്. 20 മാർക്ക് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്ത് നിന്ന് ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് 40, 50, 50, 56, അതുപോലെ തന്നെ എത്രയുണ്ട്? 62, 65 അല്ലെ. 65 മാർക്ക് നിങ്ങൾക്ക് ഒരു തെറ്റും ഇല്ലാതെ അവിടെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നെഗറ്റീവ്സ് ആണ് അല്ലെ. നെഗറ്റീവ് മാർക്കിംഗ് ആണ് നിങ്ങൾക്ക് പറ്റുന്നത്. അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ ഈ സ്ട്രെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു പോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അതിന് എന്താണ് മാർഗം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്, സിലബസ് അനലൈസ് ചെയ്യേണ്ട രീതി ഇതാണ്. കൃത്യമായിട്ട് ഈ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ മാർക്ക് വരാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾ ഏത് ഭാഗത്താണ് ഏറ്റവും പിന്നിലേക്ക് നിൽക്കുന്നത്, അത് നോക്കിയിട്ട് വേണം അവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത് 10th ലെവൽ പ്രിലിംസിന്റെ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സയൻസ് പോർഷനിൽ നിന്ന് 20, മാത്സിൽ നിന്ന് 20, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10, കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ നിന്ന് 10, ദെൻ കേരള ഹിസ്റ്ററി 10, ദെൻ കേരള ജോഗ്രഫി 10, ഇന്ത്യൻ ഹിസ്റ്ററി 10, ഇന്ത്യൻ ജോഗ്രഫി 10. ഇങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സയൻസും മാത്സും അല്ലെ സ്കോർ ചെയ്യുമ്പോൾ തന്നെ 40 മാർക്സ് ആണ്, 40 മാർക്കാണ് അവിടെ വരുന്നത്. ചിലവർക്ക് മാത്സ് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എവിടെ സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫിയിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ ഞാൻ ഈ പല കാര്യങ്ങളും പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നടക്കൂല സാറേ, എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാശമാണെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളെ ശപിക്കുന്നതൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താണ് ലിസ്റ്റിലും വരാൻ പോകുന്നില്ല.
ഞാൻ ചുമ്മാ പറയുന്നതല്ല. നടക്കൂല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് ഒരു സിലബസ് അനാലിസിസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ടും സിലബസ് അനാലിസിസ് നടത്തിയിട്ട് അതിന് പ്രകാരമുള്ള ക്ലാസ് റൂംസ് ആണ് ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ആ രീതിയിലുള്ള ക്ലാസ് റൂംസ് ആണ് കൃത്യമായിട്ട്. അത് ഇതിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, അവർക്ക് നല്ലതായിട്ട് തന്നെ അറിയാം, കാരണം എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നതെന്ന്. പക്ക ക്ലാസ് റൂംസ് അതിനനുസരിച്ച് ഈ ഒരു അനാലിസിസ് കൃത്യമായിട്ട് നടത്തിയിട്ടാണ് ആ ഒരു ക്ലാസ് റൂംസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഈ LDC ലെവലിൽ, ഇപ്പോൾ ഈ ഒരു ട്രിവാൻഡ്രം LDCയിൽ ചോദിച്ച 3-4 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതും കൂടെയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിക്കണേ, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ബയോളജി അധ്യാപകനായതുകൊണ്ട് ജസ്റ്റ് ബയോളജിയിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയിൽ 34-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 34-ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നായിരുന്നു 34. തൊട്ടടുത്തതിന് 36-ാമത്തെ ക്വസ്റ്റ്യനും ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, SCERT ടെക്സ്റ്റിനകത്ത് നിന്ന് തന്നെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിനകത്ത് 34-ാമത്തെ ആൻസർ എന്ന് പറഞ്ഞ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ആൻസർ ഒന്ന് പോരട്ടെ. വെരി ഗുഡ് അനഘ, പോരട്ടെ. യെസ് നിരോഷ, പോരട്ടെ. വെരി ഗുഡ് വെരി ഗുഡ്, ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. എന്താണത്? ടെൻഷൻ ആണ്, അല്ലെ? ടെൻഷൻ ആണെന്ന് നമുക്കറിയാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്ന് ചോദിച്ചാൽ അത് ടെൻഷൻ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ പറഞ്ഞ, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ തരുണാസ്ഥിയാണോ, ടെൻഷൻ ആണോ, നാരുകലയാണോ, രക്തമാണോ? വെരി ഗുഡ് ആൻസർ. അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്, രക്തമാണ് എന്നുള്ളതാണ്, അല്ലെ? ഇനി എങ്ങനെ ഇത് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. SCERT ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. 5-ാം ക്ലാസ് മുതൽ ഈ പറയുന്നത് പോലെ 10-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് LGS-കാരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഒരു സംശയവും വേണ്ട. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത 2 പേജുകളിൽ നിന്നാണ് ഈ 2 ക്വസ്റ്റ്യൻ അടുത്തടുത്ത് ചോദിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 2 പേജുകൾ 8-ാം ക്ലാസ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 8-ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിന്നുള്ളതാണ്. യോജക കല, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ റാങ്ക് ഫയൽ നോക്കി മാത്രം പഠിച്ചു പോരുത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അതാണ് നമ്മുടെ യോജക കല എന്ന് പറയുന്നത്, അല്ലെ? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലയാണ്. ഇവിടെ ആരൊക്കെയാണ് എന്നുള്ളത് യോജക കലയ്ക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ തന്നെ രക്തത്തിന്റെ കാര്യവും നാരുകലയുടെ കാര്യവും തരുണാസ്ഥിയുടെ കാര്യവും അസ്ഥിയുടെ കാര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അപ്പൊ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് എന്താണെന്ന് മാത്രം പഠിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യോജക കലയുടെ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അസ്ഥിയും തരുണാസ്ഥിയും എന്താ ചെയ്യുന്നത്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കും വരുന്നത്. അസ്ഥിയും തരുണാസ്ഥിയും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ശരീരത്തിന് താങ്ങ് നൽകുന്നു, ശരീരത്തിന് സംരക്ഷണം നൽകുന്നു, ശരീരത്തിന് ആകൃതി നൽകുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു കലകളുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ രോഗപ്രതിരോധം നൽകുന്നു എന്നായിരിക്കും 4-മത്തത്. ഇതിൽ അസ്ഥിയും തരുണാസ്ഥിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ പെട്ടില്ലേ? നമ്മൾ പെട്ടുപോകും, അല്ലെ? നമ്മൾ റാങ്ക് ഫയൽ നോക്കി മറ്റേ സംഭവം മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ ടെൻഡൻ എന്നും അല്ലെങ്കിൽ രക്തം എന്നും നമ്മൾ പഠിച്ചുപോയി. അങ്ങനെയല്ല പഠിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ അസ്ഥിയും തരുണാസ്ഥിയും എന്ത് ചെയ്യുന്നു എന്നുള്ളത് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, അപ്പൊ ആ ഒരു സംരക്ഷണ വലയം കൂടെ നമ്മൾ നോക്കണം, അല്ലെ? സംരക്ഷണവും ആകൃതിയും നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രിൻസി അല്ല ഇവിടെ പറഞ്ഞത് പ്രിൻസി
സോറി. ഓക്കെ, അപ്പം അതാണ് നമ്മൾ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു അല്ലെ. അടുത്ത കേസ് എന്താണ്? നാരുകലയുടെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നാരുകലയുടെ ഫംഗ്ഷൻ ആണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം, നാരുകലയുടെ ഫംഗ്ഷനിൽ പെടാത്തത് എന്താണ്? ശരീരത്തിന് താങ്ങ് നൽകുന്നു, ശരീരത്തിന് സംരക്ഷണവും നൽകുന്നു, ശരീരത്തിന് ആകൃതി നൽകുന്നു, ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. കണ്ടോ, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നൂടെ? വരാം. അടുത്ത നോക്കിക്കേ, പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. അപ്പൊ നമ്മൾ രക്തത്തിന്റെ ഒരു കാര്യം നമ്മൾ ഇപ്പം പഠിച്ചു അല്ലെ. രക്തത്തിനെ നമ്മൾ പഠിച്ചത് എന്താണ്? ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഇവിടെ എന്താണ്? അതിന്റെ ഫംഗ്ഷനും കൂടെ നമ്മൾ പഠിച്ചു പോകണം. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം ആണ് രക്തം നിർവഹിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കിനി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റൂ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ച് മാറി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇതര വഴികൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇപ്പോ ആൻസർ ടു ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഈ ഒരു ലെവലിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചു പോകണം. നിങ്ങൾ വിചാരിക്കും ഇത്ര സമയമുള്ളൂ, എങ്ങനെ നടക്കും? നടക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, നടക്കൂ എന്ന് പറഞ്ഞാൽ നടക്കും, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നിങ്ങൾ ചെയ്യാൻ തന്നെ നിങ്ങൾ സന്നദ്ധനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയാണ് നടക്കൂല എന്ന്, അപ്പോഴും തന്നെ നിങ്ങൾ അടഞ്ഞു പോകും. ഓക്കെ, അതുകൊണ്ട് അത് പാടില്ല. നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കൂന്നേ, ഉറപ്പായിട്ടും നടക്കും. അടുത്ത നോക്കിക്കേ, യോജക കലകൾ എന്ന് പറയുന്നതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിട്ടുണ്ടോ? ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. ഈ ക്വസ്റ്റ്യൻ ആണ് എവിടെ ചോദിച്ചത്? ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? കണ്ടല്ലോ, കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ പേശികളെ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് കണ്ടോളാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ബന്ധിപ്പിക്കുന്നത് ടെൻഷനുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. കാരണം അതുപോലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കണ്ടോ, എവിടെ നിന്നാണെന്നുള്ളത് കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നായുക്കൾ എന്ത്, തരുണാസ്ഥി എന്ത്, ടെൻഷൻ എന്ത്, രക്തം എന്ത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ അല്ലെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഷനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലയാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് വായിച്ചെടുക്കാനുണ്ട്. നിങ്ങൾ മനസ്സുറപ്പിച്ച് പഠിച്ചാൽ മാത്രമേ അത് നേടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് ഈ രീതിയിൽ വേണം നിങ്ങൾ മുറിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ആൻസർ പറഞ്ഞു, എന്താണ്? കിട്ടിയോ? ആൻസർ കിട്ടിയോ? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ആർക്കും അറിയില്ല? യെസ്, വെരി ഗുഡ്, അക്രോമെഗാലി അല്ലെ. അക്രോമെഗാലിയാണ് ആൻസർ. അക്രോമെഗാലിയാണ് ആൻസർ. അങ്ങനെ അക്രോമെഗാലി എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആരെയൊക്കെ അറിയണം? ക്രെറ്റിനിസം അറിയണം, മിക്സഡിമ അറിയണം, അതുപോലെ തന്നെ ഭീമാകാരത്വം അറിയണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്രോമെഗാലി എന്ന് പറയുന്ന ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഞാൻ കാണിക്കുന്നു. കണ്ടോ, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ട് മിക്സോഡമ എന്താണ്, ക്രെറ്റിനിസം എന്താണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൈജാൻഡിസം, ഭീമാകാരത്വം എന്താണ്, അല്ലെങ്കിൽ താഴെ നിങ്ങൾ നോക്കിക്കേ അക്രോമെഗാലി, കണ്ടോ, അക്രോമെഗാലി എന്താണെന്നും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ ഭാഗത്ത് നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, 39ാമത്തെ ക്വസ്റ്റ്യൻ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടും അറിയാം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് സലൈവറി അമൈലേസ് ആണ്. പലരും പെട്ടെന്ന് ചാടിക്കേറി എനിക്ക് പരിചയമുള്ള 1-2 പേര് എന്നോട് ചോദിച്ചു, സാറേ അത് സലൈവറി അമൈലേസ് അല്ലേ? പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ
സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടിക്കേറി ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യരുത്, സലൈവറി അമൈലേസ് മാർക്ക് ചെയ്യരുത്. ഏതാണ്? ലൈസോസൈം ആണ് അല്ലെ, ലൈസോസൈം ആണ്. ഇത് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ഇടയ്ക്ക് ലൈസോസൈമിന് പകരം അതിന്റെ അടുത്തൊരു ഓപ്ഷൻ ലൈസോസോമും കൂടെ ഉണ്ടായിരുന്നു, ലൈസോസോം. ഓക്കെ, ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൽ ആണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, കോശാംഗമാണ് എന്ന് ഓർത്തു വെക്കുക. ഇതൊരു എൻസൈം ആണ് അല്ലെ, എൻസൈം, സൈം, ലൈസോസൈം എന്നാ പറയുന്നത്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കിക്കേ, ഇതാ ഇവിടെ നിന്നാണ് വന്നത്. ഉമിനീരും ദഹനവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് വന്നത്. അപ്പൊ നിങ്ങൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ് ഒക്കെ പഠിച്ചാൽ മതിയോ? പോരാ. അപ്പോ നിങ്ങൾ 10ാം ക്ലാസ് വരെയും ഒന്ന് നന്നായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രമിക്കുന്ന ഉമിനീരിൽ എന്തൊക്കെയുണ്ട്? സലൈവറി അമൈലേസ് അല്ലെ, സലൈവറി അമൈലേസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ലൈസോസൈമും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പുള്ളാക്കുന്ന ശ്ലേഷ്മം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് നോക്കിക്കേ, ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ലൈസോസൈം വന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി അടുത്തത് ഈ ശ്ലേഷ്മം എന്ന് പറയുന്നതിന്റെയാണ് ചോദിച്ചതെങ്കിലോ, അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ അറുത്ത് മുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിപ്പോ പറഞ്ഞത് ബയോളജിയുടെ എക്സാമ്പിൾ ആണ്. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള സോഷ്യൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്ററി ഭാഗത്തിലേക്ക് പോകുമ്പോഴോ ജോഗ്രഫി പഠിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അങ്ങനെ വേണം പഠിച്ചു പോകാൻ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് അറുത്ത് മുറിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. അതുകൊണ്ട് ഇനി റാങ്ക് ഫയലിന്റെ പിന്നിൽ മാത്രമേ ഓടുകയുള്ളൂ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂ എന്ന് പറഞ്ഞാൽ നടക്കും. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് ടൈം ടേബിൾ ആണ്. ഓക്കെ, തോൽവിയുടെ കൂട്ടുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനെ? സമയത്തിനെ. ഓക്കെ, സമയത്തിനെ അറിയപ്പെടുന്നത് തോൽവിയുടെ കൂട്ടുകാരൻ എന്നാണ്. സമയം ഒരിക്കലും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല അല്ലെ. എല്ലാവർക്കും തന്നിരിക്കുന്ന സമയം ഒരേ സമയം തന്നെയാണ്, 24 മണിക്കൂറാണ്. ഇതിൽ നേടിയെടുത്തിട്ടുള്ളവരെല്ലാം വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണവും കഴിച്ച് ഒരു ജോലിയും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ മാത്രമുള്ള സാഹചര്യമുള്ള കുട്ടികളൊന്നും അല്ല നേടിയെടുത്തിരിക്കുന്നത്. പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്തിട്ട് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി, അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ പോയവരൊക്കെ തന്നെയാണ് ഈ റാങ്ക് ഒക്കെ നേടിയെടുത്തിട്ടുള്ളത്. ഒരുപാട് എക്സാമ്പിൾ ദീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും, ഒരുപാട് എക്സാമ്പിൾ. കാരണം അവസാന സമയത്ത്, അവസാന ടൈമിൽ പോലും, അവസാന ഏജിൽ പോലും വന്ന് ജോയിൻ ചെയ്തിട്ട് നേടിയെടുത്തവരുണ്ട്. കാരണം അവിടെ കാരണമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നേടണം എന്നുള്ള ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു കോച്ചിങ് സെന്റർ മാത്രം വിചാരിച്ചാലൊന്നും ഇത് തീരില്ലെന്നേ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇപ്പം പറയാം നിങ്ങളോട്, ദീക്ഷയിലേക്ക് വന്നോളൂ, ഞങ്ങൾ ഉറപ്പിച്ചു തരാം എന്ന് പറയാമായിരുന്നു. ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഒരു കാരണവുമായിട്ട് വേണം ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ. അപ്പോൾ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരാൻ പറ്റും. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാവരും എന്നെ കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയവരുണ്ടാവും, ചിലപ്പോ ഭക്ഷണം കഴിച്ചോട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ടാവും, ചിലപ്പോ സ്പീക്കർ ഓഫ് ചെയ്ത് ഉള്ളവരുണ്ടാവും. പക്ഷെ ഇത് കേൾക്കുന്ന 1 or 2 പേരാണെങ്കിൽ പോലും അവർക്ക് മാറ്റം വന്നാൽ എന്റെ ഈ ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആണ്. ഓക്കെ, അവന്തിക, യെസ്, ഞാൻ വരുന്നുണ്ട്, ആ മെസ്സേജിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ടൈം ടേബിൾ എഴുതി വെക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രാവശ്യം എഴുതിയതും ഒരുപാട് പ്രാവശ്യം തെറ്റിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. സത്യമല്ലേ? നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്രാവർത്തികമാക്കി വരാനായിട്ട് പറ്റിയിട്ടില്ല. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത ടൈം ടേബിൾ ആണ് നമ്മൾ എഴുതി ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്ക് പറ്റാത്ത ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു മെന്റർ, നല്ലൊരു സെന്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് സെന്ററിന്റെ ആവശ്യം ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കേട്ടോ. എങ്ങനെ നമുക്ക് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെയിലി ടൈം ടേബിൾ. ഓക്കെ, എല്ലാ ദിവസത്തെയും ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് രാത്രി, നാളെ പഠിക്കേണ്ടത് ഇന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. നാളെ നിങ്ങൾ അത് പഠിക്കണം. അടുത്ത ദിവസത്തേക്കുള്ളത് അടുത്തത്. അങ്ങനെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി വീക്ക്ലി ടൈം ടേബിൾ ഉണ്ട്. 7 ദിവസത്തെ ടൈം ടേബിൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മന്ത്ലി ടൈം ടേബിൾ ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ദീക്ഷ
ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് വീക്ക്ലി ടൈം ടേബിൾ ആയിരിക്കും. 7 ദിവസത്തെ ടൈം ടേബിൾ ആയിരിക്കും. കാരണം ഒരു മാസത്തെ ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങളൊന്ന് പേടിക്കും. ഒരു ദിവസത്തെ ടൈം ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയിം ഇല്ലാണ്ട് പോകും. അതുകൊണ്ട് ഒരു ആഴ്ചത്തെ ടൈം ടേബിൾ ആയിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാ ഇതുപോലെയാണ് ഞങ്ങൾ ടൈം ടേബിൾ കൊടുക്കുന്നത്. ഓക്കെ, ആഴ്ച തോറുമുള്ള ടൈം ടേബിൾ ദാ ഇതുപോലെ എഴുതിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ എക്സാമും വരുമ്പോൾ നിങ്ങളുടെ പഠിക്കാൻ പറ്റുന്ന കഴിവിനനുസരിച്ച് ഓരോന്നും ഞങ്ങൾ ആദ്യത്തെ ഒരു ബാച്ച് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വാല്യുവേഷൻ എക്സാംസ് ഒക്കെ നടത്തും. ഓക്കെ, അവരെ ഇവാലുവേറ്റ് ചെയ്യും. ഏതൊരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ആ ബാച്ചിന്റെ ഒരു ആവറേജ് എടുത്തിട്ടായിരിക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ടൈം ടേബിൾ ഇടും എന്നുള്ളതാണ്. ഓക്കെ, ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രാവർത്തികമാക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഇതുപോലെ എഴുതി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ LGS സ്പെഷ്യൽ റിവിഷന്റെ ആണ് ഞാനിപ്പോ ഇവിടെ ഇട്ടേക്കുന്ന ഒരു ഡെമോ പോലെ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും എഴുതി സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എന്താണ് ഇന്ന് പഠിക്കേണ്ടത്, നാളെ എന്താണ് പഠിക്കേണ്ടത്, ഇന്ന് ഇത് ഇത്രയും പഠിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ ഉള്ള ചില പേടികളും സ്ട്രെസ്സും നിങ്ങൾക്ക് വേണം. ഒരിക്കലും സ്ട്രെസ് ഇല്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ് വേണോന്നേ. നല്ലതാണ്, ചെറിയ സ്ട്രെസ് ഉള്ളത് നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ചു കയറുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗസ്റ്റ് കയറി വന്നു. എന്താ സംഭവിക്കുക? നിങ്ങൾ അന്നത്തെ സമയം നിങ്ങൾക്ക് പോയി അല്ലെ? ഗസ്റ്റിനെ നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റില്ല. ഉറപ്പായിട്ട് നമുക്ക് അവർക്ക് സമയം കൊടുത്തേ പറ്റുള്ളൂ. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം കുറച്ചും കൂടെ സമയം ഉണ്ടാക്കി ബാക്കിയും കൂടെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും ഞാനിത് പറയുമ്പോഴും നിങ്ങളുടെ പലരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഞാൻ പറയട്ടെ, നടക്കൂല ഇല്ലേ? അങ്ങനെ വന്നില്ലേ? പലരുടെ മനസ്സിൽ വന്നില്ലേ? ആരുടെയൊക്കെ മനസ്സിൽ വന്നടാ? സത്യസന്ധമായിട്ട് പറഞ്ഞു, നടക്കൂല സാറേ, നടക്കില്ല. ഈ ഒരു ടൈം ടേബിൾ കണ്ടിട്ട് നടക്കൂല സാറേ, നടക്കൂല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തമ്പ് ചെയ്തേ. ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എങ്കിൽ തമ്പ് ചെയ്യുക. ഒരു തമ്പാണ് വന്നത്, ബാക്കിയുള്ള തമ്പ് പോരട്ടെ. യെസ്, പഠിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്. കാരണം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തമ്പ് ഇടാൻ ഇച്ചിരി ഒന്ന് മടിച്ചു അല്ലെ? എനിക്ക് തോന്നുന്നു ലേഖ തമ്പിട്ടത് കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല. പെട്ടെന്ന് കയറി തമ്പിട്ടു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. ഗസ്റ്റിനെ ഓടിച്ചു വിടാൻ നോക്കും. അത് തന്നെ, അത്രയേ ഉള്ളൂ തുളസി. പിന്നെ അല്ല, അവരാരും നമുക്ക് മന്ത്ലി ഒരു പേയ്മെന്റ് ഒന്നും ഇട്ട് തരാൻ പോകുന്നില്ല അല്ലെ? പെട്ടെന്ന് കാര്യം പറഞ്ഞ് നിർത്തി അങ്ങ് പോണമെന്നേ. അല്ലാതെ അവരെ പിടിച്ച് നിർത്തരുത്. വീട്ടില് ചിലവർ വന്നു കഴിഞ്ഞാൽ പറയും, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഒരിക്കലും പറയരുതെന്നേ. പൊക്കോളൂ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോവില്ലേ എന്നങ്ങ് ചോദിച്ചോന്നേ. ഒരു കാര്യമില്ല, ഒരു പ്രശ്നമില്ല. അടുത്ത് നമ്മൾ ജോലിയിലൊക്കെ കയറിയതിനു ശേഷം അവർക്ക് പ്രത്യേകം വിളിച്ച് ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കാം. നിങ്ങൾ അന്ന് വന്നിട്ട് എനിക്ക് പരിപാലിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യാം? നിങ്ങൾ പോന്നോ, നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്. അന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു സ്പെഷ്യൽ ട്രീറ്റിന് അങ്ങ് വിളിച്ചങ്ങോട്ട് കൊടുത്തോന്നേ. അവരുടെ എല്ലാ വിഷമവും അങ്ങ് തീരില്ലേ? പിന്നെ അല്ല, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില കാര്യങ്ങള് നമ്മൾ നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മൾ ഇനി മുതൽ എന്തേ പറയുള്ളൂ? നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും. ഒരു സംശയമില്ല. നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം ടേബിളിന്റെ ഒരു രീതി മനസ്സിലായാലും. ദീക്ഷയുടെ ടൈം ടേബിൾ ഇതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് റെഡി ആക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇന്നൊക്കെ എക്സാം എഴുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യമൊക്കെ കേട്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അവർക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റി. അവർക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റി. സാർ അത്രയും കാര്യങ്ങൾ തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ്. പലരും പറഞ്ഞു, സാർ ഇത് ഞങ്ങൾക്ക് പറ്റൂല, നടക്കൂല സാറേ, നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്മാറിയില്ല. ഈ ടൈം ടേബിൾ ഇങ്ങനെ തന്നെ പോണോന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ട്രാക്കിലേക്ക് വന്നു. നമുക്കും അത് പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. കാരണം ഒറ്റ കാരണേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ഒറ്റ കാരണേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം പഠിച്ച് എക്സാം എഴുതിയതാണ്, എത്ര പ്രാവശ്യം പഠിച്ച് എക്സാം എഴുതി വിജയിച്ചതാണ് ഈ ടോപ്പിക്സ് ഒക്കെ അല്ലെ? നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ അതെല്ലാം ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തിരിച്ചു കയറി വരും. ഒരു സംശയമില്ല, നിങ്ങൾക്ക് പറ്റും. നടക്കൂ എന്ന് പറഞ്ഞാൽ നടക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ പറഞ്ഞു PYQ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം. 50 മുതൽ 60 ക്വസ്റ്റ്യൻ എങ്കിലും ഓരോ എക്സാമിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് കൊടുക്കും. എങ്ങനെയുണ്ട്? 200ഓളം ക്വസ്റ്റ്യൻസ് ആണ് ദീക്ഷ കൊടുക്കുന്നത്, ഗ്രൂപ്പ് വഴി കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LGS മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ടും അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇത്ര ക്വസ്റ്റ്യൻ മുതൽ ഇത്ര ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചെയ്താൽ മതി. കാരണം LGS ലെവലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്ത് അവർക്ക് ആ രീതിയിലാണ് കൊടുക്കുന്നത്. LGSന് സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LDCക്ക് പ്രത്യേകം ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പിള്ളേർക്ക് പ്രത്യേകം ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആ രീതിയിലാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. അതായത് 150 മുതൽ 200 ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും. 100% എല്ലാ ആത്മാർത്ഥതയോടും കൂടി നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ 100%, 101% ഞാൻ പറയും, നിങ്ങൾ ലിസ്റ്റിൽ വരും, ആദ്യ റാങ്കുകൾ വരും. കാരണം ഏകദേശം 40 മുതൽ 45% ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രീവിയസ് നിന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പഠിക്കുന്നതിന്റെ അപാകതയാണത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ടു ആൻസർ പഠിച്ചു പോകുന്ന ഒരു ശീലമാണുള്ളത്. ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്. ആ 4 ഓപ്ഷനകത്ത് കറക്റ്റ് ആൻസർ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് എന്താണെന്ന് നമ്മൾ തിരിഞ്ഞു പോലും നോക്കൂല. അവിടെയാണ് നമ്മുടെ തെറ്റെന്ന് പറയുന്നത്. ആ 3 ഓപ്ഷനും കൂടെ നിങ്ങൾ പഠിച്ചു നോക്കുക, 100% നിങ്ങൾക്ക് കയറി വരാൻ നോക്കും. നമ്മൾ അവിടെ അത് അവോയ്ഡ് ചെയ്യും. കാരണം അതിന് സമയം കൊടുക്കാൻ നമുക്കില്ല. പക്ഷേ അതും കൂടെ സമയം കൊടുത്ത് ആ 3 ഓപ്ഷന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നും കൂടെ നിങ്ങൾ പഠിച്ചു നോക്കുക. എന്തുകൊണ്ട് അത് ഇവിടെ വന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ ചെയ്തു പോവുക. ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത് കുഞ്ഞുങ്ങളെ. ഇതിനകത്ത് നമ്മുടെ ദീക്ഷയിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് പറയാം, ഞാൻ അവരെ എന്നും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്, കൃത്യമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട്. കാരണം എനിക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇടുന്ന മാർക്ക് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി ചെയ്യുക. അതിനകത്ത് ഇടുന്ന മാർക്കൊന്നും ഒരു നാണക്കേടും. ഞാൻ പിള്ളേരോട് പറയാറുള്ള ഒരു കാര്യമാണ്, നാണോ മാനോ ഒക്കെ മാറ്റി വെക്കണം. ഓക്കെ, എന്ത് ഡൗട്ട് വരണമെങ്കിൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് ചോദിക്കണം, ക്ലാസ്സിൽ അങ്ങനെ ചോദിക്കണം. അങ്ങനെയാണ് നിങ്ങളെ ഇതുവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളും ചെയ്യണം. ബാക്കി ഇതിൽ ഇല്ലാത്ത ആൾക്കാർ, ദീക്ഷയിൽ ഇല്ലാത്ത ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് ഇട്ടോന്നേ. ഞങ്ങളുണ്ട്, നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകരുത് എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, നിങ്ങൾ ദീക്ഷയിലേക്ക് ജോയിൻ ചെയ്യാനല്ല ഈ ഗ്രൂപ്പ് ഇട്ടേക്കുന്നത്. ഞങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വിചാരിക്കുക, ഈ ഒരു 3 months LGSകാര് ഈ കുറച്ച് ദിവസങ്ങളിൽ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ ദീക്ഷയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കുറച്ചും കൂടെ ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ വരാമെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമേ ഉള്ളൂ. ഓരോരുത്തർക്കും എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി ആ ഒരു സൈഡ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ദീക്ഷയിലേക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ 50 മുതൽ 60 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, 50 മുതൽ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിനിമം ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് എക്സാമിന് മനസ്സിലാവും കേട്ടോ. അടുത്തത് അവോയ്ഡ് മിസ്റ്റേക്സ്. 10 പോയിന്റേ ഉള്ളൂ, ഞാൻ ഇപ്പം വിട്ടേക്കാം കേട്ടോ. അവോയ്ഡ് മിസ്റ്റേക്സ്. ആരും വിഷമിച്ചൊന്നും പോകണ്ട. അവോയ്ഡ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ എന്ത് മിസ്റ്റേക്ക് ആണെന്ന് ചോദിക്കാം, അല്ലെ? എന്ത് മിസ്റ്റേക്കുകളാണുള്ളത്? OMR ഫില്ല് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സ്. പലരും അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലെ? പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു A പാർട്ടും ഉണ്ട്, B പാർട്ടും ഉണ്ട്. ആദ്യം നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയുന്നത് A പാർട്ടാണ്. A പാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബബിൾ ചെയ്ത ഭാഗങ്ങൾ മാത്രം കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ബാക്കി എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അല്ലെ എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. OMR ഷീറ്റിൽ ഒരു വെട്ടും തിരുത്തും വരാൻ പാടില്ല, ഒരു സ്ട്രേ മാർക്സും വരാൻ പാടില്ല. അത് കൃത്യമായിട്ട് OMR ഷീറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, A പാർട്ട് ഫില്ല് ചെയ്യാൻ തരുമ്പോ B പാർട്ടിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയി പോകുന്നതേ ഉള്ളൂ, മറ്റത് ഇൻവാലിഡ് ആയി പോകുന്നേ. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലും ഇല്ല. അപ്പൊ A പാർട്ട് തരുമ്പോൾ മനസ്സിരുത്തി കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റണം. അതിനകത്ത് ഒരുപാട് പോർഷൻസ് ഉണ്ട്, അല്ലെ? ഒരുപാട് പോർഷൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് ചെയ്യണം. അത് പോസ്റ്റിന്റെ പേരുണ്ടാവും, നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാം ഉണ്ടാവും, അല്ലെ? അത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. പലപ്പോഴും പല കുട്ടികൾക്കും പിന്നെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് എക്സാം ചോദിക്കുന്നത് അവിടെ എന്താ, ഡേറ്റ് എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് കയറി ഡേറ്റ് ഓഫ് എക്സാം എഴുതും. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ അത് ഇൻവാലിഡ് ആണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു തെറ്റ് എ പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ബി പാർട്ടിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യം തദൈവയാണ്, ഒരു സംശയമില്ല. പിന്നെ നിങ്ങളുടെ മൈൻഡ് ഫുൾ ആയിട്ട് പോകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ഒരു OMR ഷീറ്റിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആ മണിക്കൂറുകൾ പോക്കാണ്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ, ഒന്നും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്, OMRലുള്ള വിജയം എന്ന് പറയുന്നത് എ പാർട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ബി പാർട്ട് അതുപോലെ തന്നെ ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടും ബബിൾ ചെയ്യാനായിട്ട് നോക്കണം. അതിനകത്ത് ആ ഒരു, ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇപ്പൊ ഒരു ബബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ഈ ബബിളിന് ചുറ്റും ഒരു മാർക്ക് വരയ്ക്കണം. ആ ബബിളിനകത്ത് നിർത്തി തന്നെ ഒരു മാർക്ക് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യാവൂ, ഫില്ല് ചെയ്യാവൂ. എന്നിട്ടിപ്പോ ഇതായതുകൊണ്ടാണ്, മൗസ് ആയതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ആവാത്തത്. പെന്നാകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പോവില്ല, ബബിളിന്റെ പുറത്ത് ഫില്ലിങ് പോവില്ല. ഓക്കെ, അങ്ങനെ പോയ പ്രശ്നമാണ്. അതുപോലെ തന്നെ അതിന് നമുക്കറിയാം ബബിളുകൾ അടുത്തടുത്താണ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു വരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതില് കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ദെൻ ഒരു എക്സാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മെറ്റീരിയൽസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ആദ്യമാണെന്നേ അവിടെ നിന്ന് കിട്ടുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്നത്, അപ്പുറത്തുനിന്ന് കിട്ടുന്നത്, ഇപ്പുറത്തുനിന്ന് കിട്ടുന്നത് എല്ലാം വാരി വലിച്ചു കിടന്ന് പഠിക്കും. അവസാനം ഒന്നും ഇല്ലാണ്ടായി. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു, നാളെ നിങ്ങൾ ഒരു ഫോട്ടോ ഇടണം. എന്താ ഫോട്ടോ ഇടേണ്ടത്? നിങ്ങളുടെ സ്റ്റഡി സ്പേസ് അറേഞ്ച് ചെയ്തതിന്റെ ഫോട്ടോ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് തന്നെ ഫോട്ടോ ഇടണമെന്നൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ആവശ്യമായ റിസോഴ്സ് മെറ്റീരിയൽസ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. നിങ്ങൾ എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത്. ഓക്കെ, റിസോഴ്സ് മെറ്റീരിയൽസ് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടരുത്. റാങ്ക് ഫയൽ ഒരെണ്ണം ഉള്ളത് നല്ലതാണെന്നേ. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ റാങ്ക് ഫയൽ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് റാങ്ക് ഫയൽസ് ആണ് അടുത്ത പ്രശ്നം. അതായത് ഒരുപാട് കണ്ടന്റ് ഉള്ള റാങ്ക് ഫയൽ അല്ല നിങ്ങൾ മേടിക്കേണ്ടത്. നിങ്ങൾക്ക് തുറന്നു നോക്കുമ്പോൾ അത് വായിക്കാൻ തോന്നണം, അത് പഠിക്കാൻ തോന്നണം. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള റാങ്ക് ഫയലുകൾ വാങ്ങിക്കുക. കുറെ കുത്തി നിറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്നും മറ്റ് ഫാക്ട്സ് എന്നും മറിച്ച് ഫാക്ട്സ് എന്നും പറഞ്ഞ് കുറെ കോളമൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അയ്യോ, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ പേടിച്ചു പോകും. അപ്പൊ ചിലര് അത് കണ്ടിട്ട് പറയാം, അതിനകത്ത് അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പം അവൻ എന്ത് ചെയ്യും, ഈ കയ്യിലുള്ള നല്ല റാങ്ക് ഫയലിന്റെ കൂടെ മറ്റു റാങ്ക് ഫയലും കൂടെ മേടിക്കും. ഈ റാങ്ക് ഫയൽ നോക്കും, ആ റാങ്ക് ഫയൽ നോക്കും, അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയിലാവും. ചെയ്യരുത്. നിങ്ങൾക്ക് റാങ്ക് ഫയൽ തരുന്നത് ഒരു ബോർഡർ മാത്രമാണ്, ഒരു ഫ്രെയിം മാത്രമാണ്. എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ഫ്രെയിം മാത്രമേ അത് തരൂ. ആ മെറ്റീരിയല് ചിലപ്പോൾ നിങ്ങൾ രാത്രിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും റാങ്ക് ഫയൽ. നിങ്ങൾക്ക് മെയിൻ മെറ്റീരിയൽ SCERT ബുക്സുകൾ തന്നെയാണ്. SCERTയുടെ PDF അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നേരിട്ട് ഈ മൊബൈലിൽ കൂടെ വായിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണമെന്ന് എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ പോകുന്നു. അതിന് പകരം ഇത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു 1000 രൂപയോ 2000 രൂപയോ 5000 രൂപയോ പോട്ടുന്നേ. ഇത് പറഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാറിന് ഇത് പറഞ്ഞപ്പം ഈസി ആയിട്ട് പറയാൻ തോന്നി. എടാ, ഒരു മാസത്തെ സാലറിയുടെ പകുതി ആവുന്നില്ല അത്, ഇല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? ഒരു മാസത്തെ സാലറിയുടെ പകുതി ആവുന്നില്ല ഞാൻ ഈ പറയുന്ന സംഭവം. നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഇത് വേണോ, നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രിന്റ് എടുക്കുന്നതിന്റെ ക്യാഷ് നിങ്ങൾ നോക്കണോന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സാധ്യമാകാത്ത കാര്യങ്ങളൊന്നും അല്ലാന്നേ. നമ്മൾ എന്തുമാത്രം കാശ് പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇത് നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കേൾക്കാതിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് കമ്പയിൻ സ്റ്റഡി. 8ാമത്തെ കാര്യം കമ്പയിൻ സ്റ്റഡി. നിങ്ങൾ കണ്ടോ, ഡു ഷെയർ ഇൻസ്പയർ എന്നാണ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കാറുള്ളത്. കമ്പയിൻ സ്റ്റഡിക്കുള്ള ഒരു പ്രശ്നം പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ചിലർ പഠിച്ചുകൊണ്ട് വരും, ചിലർ പഠിക്കൂല. പഠിക്കുന്നവരും ആ കമ്പയിൻ സ്റ്റഡിക്ക് ലീഡ് ചെയ്യുന്നവരും എപ്പോഴും 1 or 2 പേരായിരിക്കും, ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആ കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിനകത്ത് 5 പേരാണെങ്കിൽ 5 പേരും ഓരോ സെഷൻസ് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കമ്പയിൻ സ്റ്റഡി നടത്താം. ഈ പറയുന്ന പോലെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ കാണും. അപ്പോൾ ആ സബ്ജക്ട് എക്സ്പേർട്ട് ചിലപ്പോൾ ചിലർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർക്ക് സയൻസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഷെയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അവർ പഠിച്ചുകൊണ്ട് വന്ന് ഷെയർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ വലിയൊരു കടമ്പ അങ്ങ് കഴിയുകയാണ്. കാരണം എനിക്ക് മാത്സ് അറിയില്ല, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഞാൻ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് പഠിപ്പിക്കും. അപ്പോൾ മാത്സ് എനിക്ക് ഇങ്ങോട്ട് കിട്ടും. കണ്ടില്ലേ? ഇതാണ് കമ്പയിൻ സ്റ്റഡിയുടെ സംഭവം എന്ന് പറയുന്നത്. ദീക്ഷയിൽ
റെഗുലർ ബാച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. മോർണിംഗ് ബാച്ചും ഇല്ല, ഈവനിങ് ബാച്ചും ഇല്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെന്റർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഉച്ച വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ കമ്പൈൻ സ്റ്റഡിയാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ കോർഡിനേറ്റേഴ്സിന്റെയും സെന്റർ മാനേജറിന്റെയും ആ ഒരു കൺസേൺ കൂടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയറോട് കൂടിയാണ് കമ്പൈൻ സ്റ്റഡി നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ദീക്ഷയിൽ നടക്കുന്നത്. നിങ്ങൾക്കും ആ രീതിയിൽ കമ്പൈൻ സ്റ്റഡി നടത്താം. ചിലപ്പോൾ ഒരു മെന്ററോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തണം. അവരെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ കമ്പൈൻ സ്റ്റഡിക്കകത്ത് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എഴുതി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിന് മറക്കില്ല. ഓക്കെ, അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കമ്പൈൻ സ്റ്റഡി. 9ാമത്തെ പോയിന്റ് സെൽഫ് ഇവാലുവേഷൻ ആണ്. എത്ര പേര് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനം? എത്ര പേര് ചെയ്യുന്നുണ്ട്? ഡെയിലി ചെയ്യണം സെൽഫ് ഇവാലുവേഷൻ, വീക്ക്ലി ചെയ്യണം, മന്ത്ലി ചെയ്യണം. ഓക്കെ, എന്താണ് സെൽഫ് ഇവാലുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ടൈം ടേബിൾ ഞാൻ എഴുതി കാണിച്ചില്ലേ, അതുപോലെ നിങ്ങളൊരു ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗസ്റ്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, വളരെ തമാശയോട് കൂടി പറഞ്ഞ കാര്യമാണ്. ഗസ്റ്റ് വരുമ്പോ നമുക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എന്തുമാത്രം പഠിച്ചു കയറാനുണ്ട്, ഞാൻ ഒരു ആഴ്ചയിൽ ഇത്രയും വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ടൈം ടേബിൾ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ദിവസം നിങ്ങൾ പഠിക്കാത്തതായിട്ട് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം പഠിച്ചു, ഈ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെച്ചിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. ഓക്കെ, അതുപോലെ തന്നെ ആഴ്ചയിൽ ഈ പറയുന്ന പോലെ ശനിയാഴ്ച വൈകുന്നേരം ഒരു അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ മന്ത്ലി ആണെങ്കിൽ നിങ്ങൾ ഒരു അനാലിസിസ്, ഈ ഒരു മാസം കൊണ്ട് ഈ ടൈം ടേബിൾ ആഴ്ച തോറും എഴുതി ഉണ്ടാക്കിയ ടൈം ടേബിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തുമാത്രം, അത് നമുക്ക് എപ്പോഴും പഠിക്കാൻ പറ്റും. ഈ തരത്തിലുള്ള അനാലിസിസ് നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കയറ് അഴിച്ചു വിട്ട പശുവിനെ പോലെ അങ്ങ് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന പോലെ അന്തോ ഇല്ല കുന്തോ ഇല്ലാതെ അങ്ങ് പോകും. നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെന്നേ. ഇങ്ങനെ ഒരു അനാലിസിസ് ദീക്ഷയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ആ ഒരു അനാലിസിസ് നടത്തുന്നത്. കൃത്യമായിട്ട് എന്റെ കോർഡിനേറ്റേഴ്സ്, എന്റെ സെന്റർ മാനേജറും കാര്യമായിട്ട് അവരുടെ ഓരോ എക്സാമിന്റെയും മാർക്കുകൾ എഴുതി എന്നെ ഏൽപ്പിക്കും. ആ മാർക്കുകൾ ഞാൻ നോക്കും. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് എഴുതുന്നുണ്ടോ, കൃത്യമായിട്ട് അറ്റൻഡൻസ് എത്ര പേരുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ അനാലിസിസ് നടത്തുന്നത്. അതിൽ ആരാണോ ഇംപ്രൂവ് ചെയ്യാത്തത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്യും. ഇതാണ് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ കൂടെയുള്ളവരുടെ കാര്യം ഞങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് അത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ലാസ്റ്റ് പോയിന്റ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡന്റ്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡന്റ് എന്ന് പറയുന്ന കാര്യം, ഇംപോസിബിൾ, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് ഇനി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഏകദേശം 1.5 മണിക്കൂർ എന്റെ ഫ്രണ്ട് ഇരുന്നത് വെറുതെയാണ്. കുറെ കുട്ടികൾ അതുപോലെ തന്നെ ഇവിടെ കീപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് അത്ര ഇഷ്ടം തോന്നുന്നു. കാരണം നിങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അല്ലെ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡന്റ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ മറ്റുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടല്ല പറയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ LGS അല്ലെങ്കിൽ ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നിങ്ങളുടെ കൈക്കുള്ളിൽ വന്ന് ചേരും. ഒരു സംശയം വേണ്ട, നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്ന് ചേരുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആർക്കും പറ്റാത്തതായിട്ടൊന്നും ഇല്ലെന്നേ നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുത്. അപ്പൊ ഈ 10 പോയിന്റുകൾ നിങ്ങളിലേക്ക് തരണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ഓർത്തത്. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രൂസ് ലീയുടെ വാക്കുകളാണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്തിനാ ഇതൊക്കെ വായിക്കുന്നതെന്ന്. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഈ 1.5 മണിക്കൂർ എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യമില്ല. കാരണം സമയം പാഴായി പോയി എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്കുക. ഇത് ഒരിക്കലും ഞാൻ 1 or 2 ബാച്ചിന് കൊടുത്തതല്ല. എന്റെ 16-17 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്, വളരെ ചെറിയ വർഷങ്ങളുടെ എക്സ്പീരിയൻസ്. പക്ഷേ PSCയിലുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഏകദേശം
ഒരു 9 ലക്ഷത്തിന് മുകളിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ് ഈ കാര്യങ്ങളൊക്കെ പല കുട്ടികളുടെയും അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ യോജിപ്പിച്ചുണ്ടാക്കിയ 10 പോയിന്റുകളാണ്. ഈ 10 പോയിന്റുകൾ ഞാൻ ഒരിക്കൽ മാറ്റാൻ തയ്യാറല്ല, കാരണം ഇത് വിജയം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. ഇത് വിദ്യാരംഭം ദിവസം അടുത്ത ദിവസം മുതൽ നമ്മൾ തുടങ്ങുന്ന ബാച്ചുകളാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദീക്ഷയ്ക്ക് 4 സെന്റേഴ്സ് ആണുള്ളത്. നാലാഞ്ചിറ, പോത്തങ്കോട്, നെടുമങ്ങാട്, പേയാട്. ഈ 4 സ്ഥലങ്ങളിലും ഈ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അതർവൈസ് ഞാൻ പറഞ്ഞില്ല, ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഗ്രൂപ്പിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അത് തന്നെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി വിളിക്കാനും ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പറും കൂടെ തരാം. എന്റെ പേഴ്സണൽ നമ്പറാണ് 9847793663. ഓക്കെ, ഈ നമ്പറിലേക്ക് വിളിക്കുക. എപ്പോഴും എടുക്കണമെന്നില്ല, നിങ്ങൾ വിചാരിക്കരുത് മനഃപൂർവ്വം എടുക്കാത്തതാണെന്നുള്ള വിചാരിക്കരുത്. പക്ഷെ എപ്പോഴാണെങ്കിലും തിരിച്ച് ഞാൻ വിളിക്കും. അത് അനുഭവമുള്ളവരൊന്ന് തമ്പട്ടെ. യെസ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഇത് ആരെയും റെഡിയാക്കി വെച്ചതല്ല. എപ്പോഴാണെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച്, കാരണം ഞാൻ പല മേഖലകളിലായി പോയി, അതുകൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ മൊബൈൽ യൂസ് ചെയ്യില്ല. അത് എൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, അതിനനുസരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഈ 10 പോയിന്റ്സ് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് വിചാരിക്കുന്നു. മനസ്സിൽ കൊണ്ടു നടന്ന പോരാ, ആത്മാർത്ഥമായി ശ്രമിക്കണം. നമ്മൾ അത് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ദീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഈ സ്ഥലങ്ങളിലൊക്കെ ദീക്ഷ കൂടുതലായിട്ട് വളരേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം ആദ്യം ഒരു സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വളരെ പെട്ടെന്നാണ് ഇതിന്റെ വളർച്ച വന്നത്. നാലാഞ്ചിറയിൽ നിന്നും പോത്തങ്കോടിലേക്കും അല്ലെങ്കിൽ നെടുമങ്ങാടേക്കും ഇപ്പോൾ പേയാടിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയും ഒരുപാട് സ്ഥലങ്ങളിലേക്കും ദീക്ഷ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികം മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ, ഓപ്പൺ ആണേ. യെസ് സൗമ്യ, താങ്ക് യു. അവന്തിക, യെസ്. വേറെ ഒന്നും ചോദിക്കാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും സംശയം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?